പിന്നെ മോഹൻ ഭഗവതിനെ കുറിച്ച് പറയുകയാണ്. മോഹൻ ഭഗവത് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ 2024 ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഫസ്റ്റത്തെ സംവിധാനത്തിലുള്ള എന്താണ്, മണിപ്പൂരിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരണം. അന്നേരം ഇവർക്ക് ഭയങ്കരമായിട്ട് ബോധം വന്നായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബോധം വന്നു. മണിപ്പൂരിലെ സമാധാനം തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്താണ്, പ്രതിപക്ഷത്തെ നിങ്ങൾ എന്താണ് ശത്രുപക്ഷത്ത് കാണരുത്, പ്രതിപക്ഷമായി കാണണം. അങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചത് സത്യത്തിൽ ഇവരൊക്കെ മാറിയോ, ഇനി ഈ പറയുന്ന ശൈലിയിലേക്ക് മാറിയോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്, ഇപ്പോൾ പിന്നെ ഇതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. രാമക്ഷേത്രം ഞാൻ പറയുന്നത് അവരുടെ വിശ്വാസവും വിശ്വാസമില്ലായ്മയും ഒക്കെ ഇന്ത്യയിലെ ജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോട്ടെ, RSSമായി പ്രവർത്തിക്കേണ്ട RSSമായി പ്രവർത്തിക്കേണ്ട, എല്ലാ സംഘടനകൾക്കും സ്വതന്ത്ര സംഘടന ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇന്ത്യയിലുണ്ട്. അതിനുള്ള ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും ഇന്ത്യയിലുണ്ട്. അതനുസരിച്ച് സംസാരിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ എന്താണ്, ഇന്ത്യയെ വിഭജിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു വിഭാഗത്തെ മോശമാക്കുന്ന രീതിയിൽ ഇവർ മാത്രമാണ് ഇന്ത്യയുടെ ഭാഗം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇപ്പോൾ നടന്നു വരുന്ന കാലം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം ഇല്ലാത്ത, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവാത്ത ഒരു സംവിധാനത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ഇന്ത്യ എന്നുള്ളതാണ്.